യോഗയുടെ ആണ്. യോഗ സ്റ്റാർട്ട് വിത്ത് പ്രയർ. ഇത് 4 വരി പ്രയർ. ഓക്കെ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓ, നമ്മളെ ഹാർട്ട് പതുക്കെ പതുക്കെ നമ്മള് റിവൈവ് ആകുമ്പോൾ സ്ലോലി ബീറ്റ്, ഹാർട്ട് ബീറ്റ് കൂട്ടും. കംപ്ലീറ്റ് മൗത്ത് അടക്കണം. മൂക്ക് കൂടെ മാത്രം ഇൻഹേൽ എക്സേലും ചെയ്യാം. ഓക്കെ. ബോഡി സ്ട്രൈറ്റ് ആയി നമ്മൾ ഇടത്തെ കാല് പോക്കുമ്പോൾ വലത്തെ കൈ ഉണ്ടോ, ഇങ്ങനെ ഇങ്ങനെ പോട്ടെ, ഇങ്ങനെ പോകട്ടെ. നല്ല കൈയും ബോഡിക്ക് പോകണം. ഓക്കെ, സ്റ്റാർട്ട്. കൈ 90 ആണ് പോകണം, കംപ്ലീറ്റ് ആണ് പോകണം. റിമൈൻഡ് ചെയ്യാണ്. വായ കൂട്ടണം, മൂക്കൂടെ മാത്രം ബ്രീത്ത് ചെയ്യണം. വായ തുറന്നാൽ പെട്ടെന്ന് റിലാക്സ് ആവും. കാല് ഇങ്ങനെ പോയിന്റ് ചെയ്യാം, ഉണ്ടോ, ഇങ്ങനെ പോയിന്റ് ചെയ്യാം. ആ കാലിന്റെ സ്ട്രെയിൻ ഒക്കെ പോവും. ചേഞ്ച്, സ്ലോലി ചേഞ്ച് ചെയ്യാം. നിങ്ങള് ടോല് ജമ്പ് ചെയ്യണം. ടോ പിടിക്കോ, മുട്ട് കൊടുക്കണേ. ചേഞ്ച്, ബാക്ക്, ടേൺ, സർക്കിൾ ടേൺ ചെയ്യോ. നിർത്തരുത്. രണ്ട് കൈയും ജമ്പ്, ബോത്ത് ലെഗ്, കൈ പ്രസ് ചെയ്യണം. ടേൺ, ടേൺ, again, turn, back, ഫാസ്റ്റ് ഫാസ്റ്റ്. അതി ഹൈറ്റ് വേണ്ട, ഫാസ്റ്റ്. കാല ആക്ഷൻ വരട്ടെ. പോകുന്നില്ലേ, അത് പോകുന്നു എല്ലാവർക്കും. ഫാസ്റ്റ് ഫാസ്റ്റ്, പ്രമോദ് ഫാസ്റ്റ് ചെയ്യും. സ്റ്റോപ്പ് ആയിട്ടില്ല, കൈയടിക്കും. സ്റ്റോപ്പ് ചെയ്യാം. വായു കൂടെ എക്സൽ ചെയ്യാം. ഫുള്ളായിട്ട് വയറുള്ളിൽ പോട്ടെ. പോവാൻ പോണം. ഓക്കെ, ഒരു ഫേസ് ചെയ്യാല്ലേ, ഫേസ് ഇരിക്കൂ ഇരിക്കൂ. ഇനി പോസ്. നമ്മള് ഫേസിന് നമുക്ക് എക്സസൈസ് കുറവാണ്. ഫേസ് മസാജ് ചെയ്യാം. എനി പോസ്. 3 വിരൽ പിടിക്കുക, ഈക്വൽ ഹൈറ്റ് പിടിക്കണം. വിരൽ കൂടെ ഇങ്ങനെ പിടിക്കുക. സെന്ററിൽ നിന്ന് സൈഡ്, ചേഞ്ച്, ഇങ്ങനെ. മുഖത്തിന് ഗ്ലോ കിട്ടും, ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. പറയില്ലേ, മുഖം മനസ്സിന്റെ കണ്ണാടി പറയില്ലേ, മുഖം ക്ലിയർ ആവാം. പുരിക പിടിക്കും, പുരിക അമർത്തിക്കൊണ്ടിരും. റൗണ്ട് ഓഫ്. അമർത്തിക്കൊണ്ടിര, കണ്ണിലേക്ക് വരില്ലാട്ടണ്ട. കുറച്ച് നിൽക്കിപ്പോ നിൽക്കുക. അങ്ങനെ മതി. പക്ഷെ കാണണ്ട്, മതി കാണണ്ട്. ഈ ഫേസ് മാത്രം ചെയ്യുന്നു, പിന്നെ നമ്മൾ നിന്നിട്ടാ. നടുവരല് ഇങ്ങനെ പിടിക്കുക.
നടുവരല് പിടിക്കുക, സെന്ററില് മൂക്കിന്റെ ടിപ്പില് നടുക്ക്. മറ്റേ വിരല് രണ്ട് ചേർന്ന് മടക്കിയിട്ട് മറ്റേ ചൂണ്ടാണി വിരല് കണ്ണിന്റെ സൈഡില്. തെറ്റരുത്. നടുവിരല് മടക്കിയിട്ട് മൂക്കിന്റെ വി ഷേപ്പ് ആക്കണം. മൂക്കിന്റെ സെന്ററില് മറ്റേ രണ്ട് കണ്ണിന്റെ ഇവിടെ. കണ്ണ് ക്ലോസ് ആയി ഓപ്പൺ ആയി അമർത്തി ഫാസ്റ്റ് അടയ്ക്കാൻ നോക്കുക. കണ്ണിന് ബെസ്റ്റ് ആണ്. പ്രസ് ചെയ്യണം, പ്രസ് ചെയ്യണം. നമ്മളെ നെർവ്സ് ആക്റ്റീവ് ആവുള്ളൂ. ഒപ്റ്റിക്കൽ നെർവ്സ്. ഓക്കെ, ഇനി ഇവിടുന്ന് നമ്മളെ ഭ്രൂമധ്യം തിരിക്കും. ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസ് തിരിക്കണം. ഇനി രണ്ട് കൈയും ചൂണ്ടാണി വിരൽ ഇവിടെ പിടിച്ചിട്ട് ഇവിടെ ചെറിയ എല്ലുണ്ടാവും. സെയിം ക്ലോക്ക് വൈസും ചെറുതായിട്ട് പ്രസ്, അധികം പ്രസ് ചെയ്യണ്ട. അടച്ചിട്ട് ചെയ്യാം. അഗൈൻ ബ്രിങ് ഇറ്റ് ഡൗൺ കുറച്ച്. അഗൈൻ മൂക്കിന് അടപ്പ് ക്ലിയർ ആവും. മൂക്കിന് ചുവട്ടില് ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. ഇനി അപ്പ് ആൻഡ് ഡൗൺ. മൂക്കിന് ഷേപ്പ് രണ്ട് കൈ കൊണ്ടും അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ. ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാവും. ഇങ്ങനെ മൂക്കിന് ഷേപ്പ് ക്ലിയർ ആവും. മൂക്ക് കഴിഞ്ഞു. ഇനി ചെവിയാണ്. ഫുൾ രണ്ട് ചെവി ഫുൾ. നിങ്ങളെ സെൻസിറ്റീവ് ഓർഗനാണ്. താഴത്തേക്ക് ഒന്ന് പതുക്കെ പുള്ളിയാ. ആദ്യം താഴത്തേക്ക്, പിന്നെ സൈഡിലേക്ക്. മെമ്മറി കൂടും. മുകളിലേക്ക്, മുകളിലേക്ക്. രണ്ടുപേരിലും നടുക്ക് വെച്ചിട്ട് അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ. കൈ പിടിച്ചിട്ട് ക്ലോക്ക് വൈസ്, അഗൈൻ ആന്റി ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. നേരെ കവിളിലേക്ക് പിടിക്കും. കവിള് ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. രണ്ട് ഭാഗം തിരിയണം. ഇനി താഴത്തുനിന്ന് മുകളിലേക്ക്, രണ്ടുപേരിലും ഇവിടുന്ന് മുകളിലേക്ക്. താഴത്തുനിന്ന് മുകളിലേക്ക് തന്നെ പോകണം. കഴുത്തൊന്ന് ബാക്കിൽ നിന്ന് റബ്ബ് ചെയ്യും. രണ്ട് കൈ ഇങ്ങനെ ബാക്ക് മാത്രം റബ്ബ് ചെയ്താണ്. നമ്മള് എല്ലാ നെർവ്സും കഴുത്തിന് ഇവിടെ പിടിച്ച് കഴുത്താഴത്തേക്ക് കൈ മുകളിലേക്ക് പുഷ് ചെയ്യാം. ബാക്കിൽ ടിക് ശബ്ദമാണ്. മുകളിൽ താഴത്തേക്ക്. കഴുത്ത് ഇങ്ങോട്ടും തല അങ്ങോട്ടും പുഷ് ചെയ്യാം. അത് സൈഡ്. നമ്മള് ശിരസ് കംപ്ലീറ്റ് ഒരു ഒക്കെ ഒന്ന് കൈ കുറയും. ഇനി നിൽക്കാം, നിന്നിട്ട് ചെയ്യാം. ഗെറ്റപ്പ്, സ്ലോലി ഗെറ്റപ്പ്. നിങ്ങൾ നിന്നിട്ട് ചെയ്യാം. പക്ഷേ കുറച്ച് നിന്ന് ലൂസനിങ് ആണ്. ക്ലിയർ ആണ്, ക്ലിയർ, ലൈൻ ക്ലിയർ ആണ്. നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം തല മുതൽ അടി വരെ വരണം. മുകളിൽ നിന്ന് ആദ്യം നമ്മൾ കണ്ണിലേക്കാണ്. ലുക്ക് അറ്റ് ഫ്ലോർ, ലുക്ക് അറ്റ് സീലിംഗ്. സീലിംഗ് പറയുമ്പോൾ കണ്ണ് ഇൻഹേൽ ചെയ്തിട്ട് നല്ല മുകളിലേക്ക് നോക്കണം. കണ്ണിന് കിട്ടാൻ വേണ്ടി നല്ല മുകളിക്കോട്ടെ. ഇൻഹേൽ ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ. ഇൻഡെക്സ് ഫിംഗർ ലെഫ്റ്റ് ഹാൻഡ് ഡൗൺ, റൈറ്റ് ഹാൻഡ് അപ്പ്. ഫോക്കസ് ചെയ്യൂ. ഒന്ന് ഫോക്കസ് ചെയ്യാം. നിങ്ങളെ ബോഡി പതുക്കെ പതുക്കെ വിയർക്കും. അത് ഞരമ്പൊക്കെ ഒന്ന് വലിയും. ചേഞ്ച്, കൈ മാറും, ഡയറക്ഷൻ മാറ്റേ. കണ്ണിലെ ബെസ്റ്റ് വ്യായാമമാണ്. നമ്മൾ ഈ കാറ്ററാക്ട് ഒക്കെ ഒന്ന് ഡിലേ ചെയ്യാൻ പറ്റും. രണ്ട് കൈയും പമ്പിങ്ങനെ പിടിക്കുക. നോക്കുക, തല തിരിയരുത്. കണ്ണ് കൃഷ്ണാമണി തിരിയുക കഴിയുന്നിടത്തോളം.
ഇനി ഓപ്പൺ വൈഡ് ഇൻഹേൽ ചെയ്യുക. പേടിപ്പിക്കുന്ന മാതിരി മുഖം കണ്ണ് കണ്ണ് തുറക്കും. നല്ല തുറച്ചു നോക്കണം. ഒന്നുകൂടി. ഇതിന്റെ റിവേഴ്സ് ഇൻഹേൽ സ്ക്യൂസ് ഓപ്പൺ. നല്ല കണ്ണിൽ വെള്ളം വരുന്ന മാതിരി ചെയ്യണം. നല്ല അമർത്തണം കണ്ണ്. അപ്പോൾ നിങ്ങളെ പ്രഷർ കണ്ണിൽ അമർത്തി പിടിക്കും. ഓപ്പൺ. കൈയൊക്കെ അമർത്തി. ഇനി കഴുത്തിലേക്കാണ്. കൈ ഇവിടെ വെച്ചോളൂ. ഇൻഹേൽ ഒന്ന് മുകളിലേക്ക് നോക്കുക. എക്സേൽ ഫ്രണ്ടിലേക്ക്. വീണ്ടും ഇൻഹേൽ നല്ല മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യണം. കഴുത്ത് വലിയണം. ചേഞ്ച് ബാക്ക്. എക്സേൽ ചെയ്യുമ്പോ താടി അമർത്തു. ചിന്നോട് പ്രസ് ചെയ്യാം. ഇൻഹേൽ ടച്ച് ചെയ്യട്ടെ. ഷോൾഡർ പോകരുത്. ചെവി. Slow rotation. Inhale. Exhale. 3-4 times. Slow അടിക്കണം. ഓപ്പോസിറ്റ്. ചിലപ്പോൾ നിങ്ങൾ തലതിരിയും. ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവും. ലെഫ്റ്റ് റൈറ്റ് ചെയ്യും. കഴുത്ത് കഴിഞ്ഞ് നമ്മൾ കയ്യിൽ കിടക്കാണ്. കൈ നിർത്തി പിടിക്കും. മുട്ട് മടങ്ങാണ്ട് ഓപ്പൺ. 4 പേരിലും നിങ്ങളെ ഗ്ലാൻസ് ഇവിടെ. അഡ്രിനൽ ഗ്ലാൻസ് ലിവർ പാൻക്രിയാസ് കിഡ്നി. അതേമാതിരി ഇവിടെ ലിവർ പാൻക്രിയാസ് കിഡ്നി ഹാർട്ട്. ഈ സൈഡ് ഹാർട്ട്, ഈ സൈഡ് ലിവർ. അമർത്തും. നല്ല അമർത്തണം കൈ. അപ്പോൾ ഇന്റേണൽ ഓർഗൻസിന്റെ മസാജ് കിട്ടുള്ളൂ. തമ്പിൻ സൈഡ് ചെയ്യൂ. തമ്പിൻ സൈഡ്. മഴയാണോ? മഴ ഞാൻ റിക്കാർഡ്. ശരി മാഷ്, ഞാൻ റിക്കാർഡ് ചെയ്യണ്ട നീ പറഞ്ഞു. മാഷെ മഴ. കൂടുതൽ മൗസ് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഡൗൺ പുള്ളിയണം. മറ്റേ കൈ തട്ടി പോകും. വെസ്റ്റ് പിടിക്കും. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ മുട്ട് മടക്കരുത്. ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. കൈന്റെ ജോയിന്റ് പെയിൻസ് ഒന്നും വരില്ല. നേരെ എൽബോ മടക്കി നിർത്തും. ശ്രീന്റെ കോട്ട് പറഞ്ഞിട്ടോ? കോട്ട് പറഞ്ഞിട്ടോ? കോട്ട് പറഞ്ഞിട്ട് രണ്ട് സൈഡിലേക്ക് ടച്ച് ഷോൾഡർ ഓപ്പൺ. ടച്ച് ചെയ്യണം. ഓപ്പൺ ടച്ച്. ഷോൾഡർ റൊട്ടേഷൻ. ഇങ്ങനെ പിടിക്കും. ഇൻഹേൽ എക്സേൽ. നോർമൽ ആയിട്ട് കൈന്റെ കൂർപ്പിടിപ്പിച്ച് വേണം. ഷോൾഡർ യൂണിവേഴ്സൽ ജോയിൻ. ഏത് ആംഗിളിലേക്ക് പോൾ ബിഗ് സർക്കിൾ ചെയ്യും. നോർമൽ ബ്രീത്ത് ചെയ്തിട്ട് അതിന്റെ റിവേഴ്സ് ബാക്ക്വേർഡ്. കൈ കൂട്ടിയിട്ട് ഇൻഹേൽ എക്സേൽ. ഒരു 6 പ്രാവശ്യം. ഇടത്തെ കൈ വരമ്പിൽ വെക്കുക. മറ്റേ 5 പേരിലും പ്രസ് ചെയ്യാം. മുട്ട് കൈന്റെ മുട്ട് വളയാണ്ട് ബിഗ് സർക്കിൾ 360 റൊട്ടേറ്റ് ചെയ്യും. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഷോൾഡർ പെയിൻ കുറച്ച് വരാം. നിർത്താണ്ട് ഓപ്പോസിറ്റ് ചെയ്യും. 5 പേരിലും പ്രസ് ചെയ്യണം. അപ്പോൾ പ്ലസ് 5 പേരിലും പ്രസ് ചെയ്യണം. ചേഞ്ച് അഗൈൻ. പ്രസ് ചെയ്യൂ. ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും.
രണ്ട് കൈയും പൊങ്ങും, ടോയിൽ പൊങ്ങണ്ടോ. ഇൻഹേൽ നമ്മൾ പോയിട്ട് എക്സേൽ ഫാസ്റ്റ് ലാൻഡിങ് കൊണ്ട് കിട്ടോ, ഗുഡ് വൈബ്രേഷൻ കിട്ടണം. ഇൻഹേൽ ഫാസ്റ്റ് ലാൻഡിങ്. ഫോഴ്സിലി ഹീലിൽ ലാൻഡ് ചെയ്യണം. ഹീൽ പൊങ്ങൊന്നും വരില്ല. ഇവിടെ രണ്ട് കൈ മുറുത്തി പിടിക്കും. വലത്തെ കൈ ക്ലോക്ക് വൈസ് പോകണം, ഇടത്തെ കൈ ആന്റി ക്ലോക്ക് വേണം. ടുഗദർ ടുഗദർ അതില്ല. അപ്പൊ അറിയാണ്ട് മറ്റേക്ക് വേണം. അങ്ങനെ പോണം. യെസ്, ഇത് നമ്മള് മൈൻഡ് കൺട്രോളിങ്ങിലൂടെ കാല് ലേശം വിട്ടു വയ്ക്കട്ടോ, കാല് തിരിയരുത്. വി ഹാവ് അപ്പർ ബോഡി ഫുൾ പോട്ടെ. എക്സൽ ഫോഴ്സ് ചെയ്യൂ, ഫോഴ്സ് ആയിട്ട് മൂക്കൂടെ എക്സൽ ചെയ്യാം. Again change. We have body weight was having ഇനി നിങ്ങളുടെ ബ്രെയിനിലേക്ക് ബെസ്റ്റ് സർക്കുലേറ്റ് ആണ്, ടെൻഷനൊക്കെ പോകാനാണ്. കാൽ കൂട്ടി വയ്ക്കും. We have exhale. ഉണ്ടോ, മുട്ടി മടങ്ങരുത്, കൈ ബാക്ക് പോകണം. എന്നിട്ട് കൈ ബാക്ക് പോകണം. ഇവിടെ ഇവിടെ ഈ ഒരു നമ്മുടെ ബോഡി സ്ട്രെച്ച് ചെയ്യാണ്. രണ്ട് കൈ മുകളിൽ വലിച്ചു പിടിക്കും, കൈ മുകളിലേക്ക് ടേൺ ചെയ്യും. അല്ലേ, വന്നോ up and down, turn on muscles, muscles. ഇത് പിന്നെ ഏറ്റവും കൂടി കൂടുതലുള്ള എക്സസൈസ് കൂടിയാണിത്. ഒരു 18-20 ഹൈറ്റ് കൂടും. ചെയ്യിച്ചു ഹിയർ, ഹീലിക്ക് മാറ്റൂ, ഹീലിക്ക് ഏതാത്തു കാല് പുറത്തേക്ക് മടക്കുക. പുറത്തേക്ക് നമ്മൾ പടം മറിഞ്ഞാല് പ്രശ്നം വരില്ല, പുറത്തേക്ക് മടങ്ങണം. നേരെ ഉള്ളിക്ക് മടക്കും, ഉള്ളിക്ക്. ചെറിയ വീഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിൻ വരില്ല. പാത്തിന് എക്സസൈസ് കാലിനെ കാല എക്സസൈസ് കൂട്ടുന്നുണ്ടെങ്കിൽ വരില്ല, ലൂബ്രിക്കേഷൻ കുറഞ്ഞിട്ടാ. കാല് കൂട്ടി വെക്കും, അരക്കട്ടെ ഇരട്ടെ, ഒരു സർക്കിൾ, ബിഗ് സർക്കിൾ ചെയ്യും. ഓപ്പോസിറ്റ് നേരെ മുട്ടുമടക്കും, ക്ലോക്ക് വൈസ്, അഗൈൻ ആന്റി ക്ലോക്ക് വൈസ്, രണ്ടും ചെയ്യണം. കാലോടെ അടി വിട്ടു വെക്കൂ, മുട്ടനാണ്. അഗൈൻ ക്ലോക്ക് വൈസ്, നിങ്ങളെ ആംഗിളിനും കാലിന്റെ ആംഗിളിനൊക്കെ വരുന്നു, മുട്ടിനൊക്കെ. ആന്റി ക്ലോക്ക് വൈസ് ചെയ്യാ, മറക്കരുത്. ഓക്കെ, ഒന്ന് ഇരിക്കൂട്ടോ, ടോലിരിക്കുകയാണ്. ഇങ്ങനെ ടോലിരിക്കുക, ടോല് കേട്ടോ, പൊങ്ങുക. യെസ്, ഒരു ചിവാർ പ്രാവശ്യോ ഇരിക്കുമ്പോ ടോല്, ഇരിക്കുമ്പോ ഹീലില്. ഓക്കെ, ഇരിക്കും. നമ്മൾ ചെയ്യാൻ പോണത് സൂപ്പർ ബ്രെയിൻ യോഗ. അത് UK-യില് കണ്ടുപിടിച്ചാണ്. വളരെ ബ്രെയിൻ പവർ കൂട്ടുന്ന യോഗയാണ്. ഇങ്ങനെ ഇരിക്കുക, ടോലിരിക്കുക, വലത്തെ കൈ കൊണ്ട് ചെവി, ഇടത്തെ ചെവി ശ്രദ്ധിക്കാം. ഇടത്തെ ചെവി, ഇടത്തെ കൈ കൊണ്ട് ചെവി പിടിക്കാൻ പിടിക്കണം, ചെവി പിടിക്കണം, ചെവി ചെവി. ബുദ്ധിമുട്ടാണ്, കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. സ്ട്രോങ് ആവും. ഓക്കെ, ഇൻഹേൽ സ്ട്രോങ്ങാണ്.
Clockwise, anti-clockwise. Up down. Kick you, kick you, inhale. മുട്ടി മണങ്ങാണ്ട് കിക്ക് ചെയ്യട്ടെ. മുട്ടി മണങ്ങരുത് കേട്ടോ. കിക്ക് ബോൾ പോണം. അവന്റെ അവിടെ നോക്കൂ. അവന്റെ കിക്ക് കിക്ക് കേട്ടോ. കിക്ക് ബോക്സറാണ്, കിക്ക് ബോക്സറാ. വെരി ഗുഡ്. മറ്റേ കാല് ഇവിടെ ചാമ്പ്യൻ, ഇവിടെ മകനും ചാമ്പ്യനെ 10 അവനും ചാമ്പ്യനാ. രണ്ട് കയ്യിലും കിട്ടി. നോട്ട് കാലൊന്ന് വിട്ടുവയ്ക്കും. ബോഡി സ്ട്രെയിറ്റ് ആണ്, വളരുതേ. അങ്ങനെ other side. Oh. Okay. പിടിക്കും. ഇരിക്കാൻ പറ്റും നോക്കൂ. നീ കൂടുതൽ ഇരിക്കണം. ഇരിക്കണം. ആ യെസ്. പോട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇരിക്കെ ഇരിക്കെ. യെസ്. സപ്പോർട്ട് ചെയ്തോളൂ. സപ്പോർട്ട് ചെയ്യട്ടെ. സ്ട്രെച്ച് ആക്കണം. സ്ട്രെച്ച്. കാലൊന്ന് കൂട്ടി വയ്ക്കും. അടുത്തത് 4-in-1. മസിലിന്റെ 4-in-1 മൂവ്മെന്റ്സ് ആണ്. കാലിന് മുട്ട് ബെൻഡ് ചെയ്യരുത്. ഫ്രണ്ടിലേക്ക്. 3 സൈഡിലേക്ക്. 4 ഇൻഹേൽ. ഇത് പോട്ടെ. പോകട്ടെ ചെയ്യും. ഇത് പോട്ടെ. ഗുഡ്. കാലം അങ്ങനെ തന്നെയാണ്. പിടിക്കും. തല മുകളിലേക്ക് പോകണം. പോട്ടെ. കാലിന്റെ ആംഗിൾ പിടിക്കാൻ വേണ്ടി നോക്കാം. തല മുകളിലേക്ക് നോക്കൂ. മഴയുണ്ട്. നമ്മള് ഹാർട്ട് ഒന്ന് ഫാസ്റ്റ് ഒരു ആക്ഷൻ ആണ് ചെയ്യാണ്. കാലിങ്ങനെ പിടിച്ചോളൂ. നമ്മൾ യോഗയല്ല, എന്തെങ്കിലും ഒന്ന് ആക്ഷൻ കാല് പഠിച്ചു വെക്കും. ആ ബ്രീത്തിങ് ഒന്ന് കിട്ടണം. യോഗയുള്ള സ്റ്റെപ്പ് അല്ല, നമ്മുടെ ഒരു കരാട്ട ഇൻക്ലൂഡ് ചെയ്യാം. പിടിക്കും. ഇൻഹേൽ ചെയ്യാ. Yes. തിരിക്കും. കാല് വിട്ട് വെക്കുക. കൈ ബാക്കില്. എന്ത് മഴയാണെങ്കിലും വിയർക്കും. ഇവിടെ വിയർക്കാൻ ആരെങ്കിലും ആരെങ്കിലും വിയർത്തിന് കൈ വെക്കൂ. കുട്ടം വിയർത്തില്ലെങ്കിൽ. ആ വെരി ഗുഡ്. വെള്ളം വിയർത്തില്ലേ? വെള്ളം വിയർക്കണം. വിയർക്കണം. നമ്മളെ ബോഡിന്റെ സെറ്റ് ഫോഴ്സ് ഒക്കെ ഓപ്പൺ ചെയ്യാണ്. നമ്മളെ ടോക്സിക് പുറത്തേക്ക് പോവാൻ. ഓക്കെ, റിലാക്സ്. നമ്മള് കാലിന്റെ വ്യായാമമാണ്. കാല് വിട്ടുവെക്കും. ഇൻഹേൽ. ഇങ്ങനെ കൂട്ടണം. കുട്ടുവേനൊക്കെ പോകാനാണ്. തള്ളവേരിലും ടച്ച് ചെയ്യാം. അപ്പൊ ഇത് ഫീൽ ചെയ്യും. ഇവിടെ ഫീൽ ചെയ്യും. പഠിക്കൂ. ഇവിടെ ഈ എല്ലടിക്കട്ടെ.
ഇവിടുത്തെ അല്ലേ? റൊട്ടേഷൻ clockwise, again anti-clockwise. Down, up. Down ആകുമ്പോൾ നല്ല പുള്ളിയാണ്. ഇത് ഫുള്ളാണ്. കാലം മാറി മാറി അടിക്കൂ. ആൾട്ടർനേറ്റ് 1 2 അങ്ങനെ അടിക്കാം. 1 2 1 2 അങ്ങനെ മാറി മാറി. ഒരുമിച്ചല്ല, മാറി മാറി അടിക്കണം. മാറി മാറി. യെസ്. Now together. ശബ്ദം വരട്ടെ. പെട്ടാ ചെയ്യണം. രണ്ട് കൈയും മടക്കിയിട്ട് മുട്ടിലെ ചോട്ടിലേക്കും കാലിന്റെ മുട്ടില് നിങ്ങളെ കാലിന്റെ അറ്റം മുതൽ ഹിപ്പ് വരെ ഒന്ന് ഇൻഹേൽ ചെയ്യുക. ശ്വാസം പ്രസ് ചെയ്യൂ. മുട്ടവനും പോവും. കൈ ബാക്കില് മടക്കി നോക്കൂ. ഫോഴ്സ് ആയിട്ട് ലാൻഡ് ചെയ്യണം. പിടിക്കുക. കിക്ക്. കിക്ക് ചെയ്യുക പറഞ്ഞാല് കാലിന്റെ മുട്ടയുടെ ഉൾന്ന് വരണം. ഇങ്ങനെ കിക്ക് ചെയ്യാം. ഇന്നത്തെ കാലം വരില്ല, മഴയാവണ്ടേ. മഴ കൊണ്ട് വരാൻ പറ്റില്ല, നല്ല മഴ. മറ്റേ കാല് again. ബട്ടർഫ്ലൈ സ്ട്രോക്ക് ആണ് അടുത്തത്. വലത്തേക്കാല് ഡൗൺ. ഇങ്ങനെ ഫ്രീ ആയിട്ട് വരാൻ പാടെ നോക്കണം. ഒന്നും കൂടി ഫ്രീ ആയിട്ട് വരണം. നമ്മളെ വരക്കാൻ മതി, പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. വെരി ഗുഡ്. യെസ്. മൂന്നേട്ടും പഴയ ആളാണ്. നിന്റെ കുറച്ചൊരു കാലം പ്രാർത്ഥിക്കട്ടെ. ഒന്നും ഇവിടെ ഹിപ്പ് ക്ലിയർ ആവും. ഇവിടെ ചെറുപ്പല്ലേ. യെസ്. ഇൻഹാൽ അടുപ്പിക്കാം. പൊട്ടിക്കുക. ഇൻഹാൽ മറ്റേ കാല് മുള്ളിക്ക് പത്തു. നിങ്ങളെ ഹിപ്പ് പതിനൊന്നും വരില്ലതാണ്. Again, inhale. Okay. അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് ബട്ടർഫ്ലൈ സ്ട്രോക്ക്. കോൺസ്റ്റിപ്പേഷൻ, PCOD അതൊന്നും വരില്ല. കൈനോട്ടം കാല് അന്ന് വിജയിക്കാം. കൊണ്ട് കാല് ലോക്ക് ചെയ്യാം. ഫോഴ്സ് ചെയ്യണ്ട, പറ്റുന്ന മാതിരി ചെയ്യാം. ഓക്കെ, നോക്കൂ. തുടകൾ സ്റ്റാർട്ട് ചെയ്യണം. ബട്ടർഫ്ലൈ തുടകൾ നേരത്തെ ടച്ച് ചെയ്യാൻ വേണ്ടി നോക്കണം. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ആക്ഷൻ വരുള്ളൂ. നിങ്ങൾക്ക് പൈൽസ് ഉണ്ടെങ്കിൽ മാറും, ഇല്ലെങ്കിൽ വരില്ല. ഇതൊരു യോഗ എക്സസൈസ് കൂടിയാണ്. ചെരുപ്പൂത്തി ആസം. ചെരുപ്പൂത്തി ആസം എങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഒരു എക്സസൈസ് യോഗയാണ്. ചെരുപ്പൂത്തികൾ ഇങ്ങനെ ഇരിക്കുക. നോക്കിയിട്ട് പണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്യും, സൈഡ് പ്രസ് ചെയ്യും. നെറ്റിമുട്ടിക്കുക. നെറ്റിമുട്ടിക്കാൻ പറ്റും നോക്കട്ടോ. പറ്റിയെന്ന് വരില്ല. അടുത്ത കുട്ടി ഓർക്കലാണ്. ഒരു കുട്ടി എടുക്കുക. ചെറിയ കുട്ടി 6 മാസം പ്രായമുള്ള കുട്ടിയെ പിടിക്കുക. എടുത്തിട്ട് ഇവിടെ എന്നെ പിടിച്ചിട്ട് ഇങ്ങനെ വരണം. ഈ ആക്ഷൻ വരണം. ഉറക്കും. സ്റ്റിങ് ചെയ്യുക. കംപ്ലീറ്റ് സ്റ്റിങ് ചെയ്തിട്ട് കിട്ടെ. ഈ എക്സസൈസിന് പേര് കാർലിംഗ് ദി ബേബി എന്ന് പറയും. ഈ എക്സസൈസിന് കാർലിംഗ് ദി ബേബി. ഇതൊക്കെ പണ്ട് സയന്റിഫിക് കുറെ കണ്ടുപിടിച്ച. ഇനിഹേൽ ചെയ്തിട്ട് ഒന്ന് ഉമ്മയ്ക്കും നേരെ കാല് ഇതോ
യെസ്, വെരി ഗുഡ്. മറ്റേ കുട്ടി, മറ്റേ കാല് അതേമാതിരി ഒന്ന് റോൾ ചെയ്യാ, ലെഫ്റ്റ് റൈറ്റ്, തലയ്ക്ക് ഉമ്മ, അതേമാതിരി കാലിന്, കാല് ഈസി ആയിട്ട് ഓക്കെ. ഒന്ന് റിലാക്സ് ചെയ്യോട്ടോ, കാല് വിട്ടു വെക്കുക, രണ്ട് കൈയും ബാക്കില്, ഹെഡ് ടു ലെഫ്റ്റ്. ഇത് ബ്രീത്ത് ചെയ്യുമ്പോൾ ഡയഫ്രം വയറ് പിടിപ്പിക്കുക, ഇൻഹേൽ ചെയ്യുമ്പോൾ എക്സ്ട്രാ കൊണ്ടുപോവാ. നമുക്ക് പെട്ടെന്ന് റിലാക്സ് ആവും. കണ്ണുറക്കൂ. അടുത്ത നമ്മൾ കോർ മസിൽസ് ആണ്. കാല് കൂട്ടി വെക്കുക, രണ്ട് കൈയും ബാക്കിലേക്ക്, ഫിംഗേഴ്സ് പോയിന്റ് ടു ബാക്ക്. നിങ്ങളെ കോർ മസിൽസ് അല്ല. കാല്, രണ്ട് കാല് നിലത്ത് പതിയണം, കാല് വിട്ടി വെക്കരുത്, കാല് കൂട്ടി വെക്കുക. ഇൻഹേൽ, അങ്ങനെ പോയി പോയി ബാക്കിൽ നോക്കൂ. ആ പൊസിഷനിൽ ബ്രീത്ത് ചെയ്യുക, 5 ടൈം ബ്രീത്ത് ചെയ്യുക. അരക്ക് നല്ല മുകളിലേക്ക് പോകണം. ബോഡി വെയിറ്റ് കാലിന്റെ ഹീലിലും കയ്യിലേ പാടുള്ളൂ. റിലാക്സ്. ഒന്നുകൂടി ചെയ്യൂ. റിലാക്സ്. കൈനൊക്കെ നല്ല, ബൈസെപ്സിനൊക്കെ നല്ല. ഇനി കാല് അങ്ങനെ വെക്കുക. അങ്ങനെ വെച്ച കാല് നേരിട്ട് കൂട്ടുക. തെറ്റരുത്, ഓൺലൈൻ ശ്രദ്ധിക്കുക. കാല് വിട്ട് വെക്കുക, ഒരടി വിട്ട് വെക്കുക, ഒരടി വിട്ട് വെക്കുക. രണ്ട് കാലും നേരിട്ട് കൂട്ടുക. നല്ല എക്സസൈസ് ആണ്. കൂട്ടി നോക്കൂ. ഒന്ന് ഇൻഹേൽ, കാലിങ്ങനെ ഈ ആംഗിൾ വരണം, കാലടുപ്പിക്കലേ ഉണ്ട്. ഇൻഹേൽ, എക്സൈൽ നോക്കൂ. ഒരു കാല് ഉള്ളിക്ക് മടങ്ങുക, തല ഓപ്പോസിറ്റ് സൈഡ്, നല്ല ട്വിസ്റ്റ് ചെയ്യണം. എക്സൈൽ, ട്വിസ്റ്റ് ചെയ്യുക. വീണ്ടും ഇൻഹേൽ, ഒരു കാല് ഉള്ളിക്കാൻ പോകണം. നിങ്ങൾ അരക്കേറ്റിനുള്ളതാണ്. കാല് കൂട്ടി വെക്കൂ, ഇതിൽ കാല് കൂട്ടി വെക്കുക. ഇൻഹേൽ, എക്സൈൽ, ഇങ്ങനെ കാല് ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്ക്. വയറിന്റെ ഫാറ്റ് ഒക്കെ ഒന്ന് കുറക്കും. ഇനി നമ്മള് അരിയാട്ടലാണ്. അരിയാട്ടൽ ആദ്യം കാല് കൂട്ടി വെക്കും. അതിന് മുമ്പ് അപ്പർ ബോഡി ക്ലിയർ. കാല് കൂട്ടി വെക്കുക. ഇൻഹേൽ, എക്സൈൽ നോക്കൂ, നെറ്റി മുട്ടിക്കുക. എക്സൈൽ, നെറ്റി മുട്ടിക്കുക. അപ്പർ ബോഡി അരക്കെട്ട് ചെയ്യണം കേട്ടോ. കൈയും കൂടി ഒപ്പം വരുന്നതാണ്. നമ്മള് ഓരോ അരിയാട്ടുള്ള അരി, ഗോതമ്പ്, പിന്നെ കുറച്ച് ടഫായിട്ടുള്ള പരുത്തിക്കൊട്ട ചെയ്യാം. ക്ലോക്ക് വൈസ് ഒരു 6 പ്രാവശ്യം. ഇത് ചെയ്യുമ്പോൾ കാലിന്റെ മുട്ട് പൊങ്ങാണ്ട ചെയ്യാം. കൈയിന്റെ രണ്ടുപേരിലും കാലത്തെ ചെയ്യാം. ഓപ്പോസിറ്റ്. കാല് വിട്ടുവെക്കും, ഒരു 2 അടി. ക്ലോക്ക് വൈസ് 6, എന്റെ ക്ലോക്ക് വൈസ് 6. ഓപ്പോസിറ്റ്. കാല് സ്റ്റിൽ വൈഡർ ചെയ്യാം. ഈ ഒരു 6 പ്രാവശ്യം. കഴിയുന്നിടത്തോളം കാലിന്റെ വിരല് ടച്ച് ചെയ്യാൻ പറ്റുന്നു കൈ കൊണ്ടല്ലോ. യെസ് മാഡം, വെരി ഗുഡ്. നിന്റെ പരിയാട്ടിൽ പോയിട്ടോ, ടച്ച് ചെയ്യട്ടെ. യെസ്, ഒന്ന് കളയണം ഫ്രണ്ടിലേക്ക്.
ഇനി അടുത്ത് നമ്മളെ വെരിക്കോസ് വെയിൻ വരാണ്ടിരിക്കാനുള്ള എക്സസൈസ് ആണ്. രണ്ട് കാലും വെച്ചിട്ട് തള്ളവിരൽ പിടിക്കാം. കാലിന്റെ മുട്ട് പൊങ്ങാണ്ട് താത്തു, തല താത്തു, മുട്ട് പൊങ്ങരുത്. കാലിന്റെ ആംഗിൾ പിടിക്കും. ആംഗിൾ കാലിന്റെ കൈയിന് മുട്ടുമടക്കിട്ട് തല താഴട്ടെ. തല മുട്ടിക്കാൻ പറ്റുന്ന നോക്ക്, പതുക്കെ പതുക്കെ. കാലിന്റെ മുട്ട് പൊങ്ങാം. അപ്പോഴേ നിങ്ങൾക്ക് ആ സ്ട്രെച്ച് കിട്ടുള്ളൂ നെർവ്സിന്റെ. പറ്റുമോ ഡോക്ടർ? ആ യെസ്, കണ്ടോ? ഒന്ന് ജോലി ചെയ്യും. ആ നല്ല വലിയ വരും. കണ്ടോ അവരെ ബോഡി അനിയം ചെയ്യണം. പക്ഷേ എനിക്ക് അത്ര പറ്റില്ല, മാഡത്തിന് പറ്റില്ല. പിന്നെ പറ്റും. നീ കരാട്ടെ അല്ലേ? താഴട്ടെ. കണ്ടോ? അവിടെ നോക്കൂ. അതാണ് നോക്കണ്ട, അതാണ് ശരിക്കും അതിന്റെ എക്സസൈസിന്റെ ആണ്. ഇവിടെ നല്ല വലിയ വരും. നമുക്കൊന്നും ഇത് ചെയ്യുകയാണെങ്കിൽ ഹാർട്ടിന്റെ ബ്ലോക്ക് വരില്ല. വളരെ ക്ലിയറാ. ഹാർട്ട് ബ്ലോക്ക് അല്ല, വെരിക്കോസ് വെയിൻ വരില്ല. കാലം അങ്ങനെ തന്നെയാണ്. ഇൻഹേൽ, എക്സൈൽ നോക്കൂ. ഇടത്തെ കൈ ബാക്കിലേക്കും തല മുട്ടിക്കാൻ നോക്കുക. മുട്ടിക്കുക, നെറ്റി. എക്സൈൽ കിട്ടുള്ളൂ. ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ എല്ലാ ജോയിന്റ്സും ഫ്രീ ആയി, കംപ്ലീറ്റ് മസിൽസും റിലാക്സ്ഡ് ആയി. എല്ലാ മസിൽസും, കയ്യ്, കാല്, കഴുത്ത്, തൊക്കെ റിലാക്സ് ആയി, ഫുള്ളി റിലാക്സ്ഡ് ആയി. നിങ്ങളെ ഇന്റേണൽ ഓർഗൻസ്, ഹാർട്ട്, ലിവർ, ഉള്ളത്തെ ഇന്റേണൽ ബ്ലഡ്, വയറൊക്കെ ക്ലിയർ ആയി. നമുക്ക് യോഗ കടന്ന് ചെയ്യാല്ലേ, കുറച്ച് കടന്ന് ചെയ്യാല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണ യോഗ 4-5 കടന്ന് ചെയ്യും. PDS, നമ്മളെ പോസ്റ്റ് ഡിഫിഷ്യൻ, എന്താ പറയാ, നമ്മള് പോസ്റ്റർ കറക്ഷൻ ആണ്. പോസ്റ്റർ കറക്ഷൻ, നമ്മളെ ഈ നട്ടലിന്റെ വളവ്, ഇങ്ങനെ പണിയെടുക്കുന്ന ആൾക്കാർ വളവ്, അതൊക്കെ മാറാനുള്ള ഒരു യോഗയാണ് പോസ്റ്റർ കറക്ഷൻ. കടന്ന് ചെയ്യണം നമ്മൾ. അത് മാത്രമല്ല, കഴുത്തിന്റെ വേദന, സ്പോണ്ടിലൈറ്റിസ്, ബാക്ക് പെയിൻ ഒക്കെ മാറും. ബാക്ക് മസിൽസ് സ്ട്രോങ് ആവും, നട്ടല് സ്ട്രോങ് ആവും. നമ്മൾ നട്ടല് സ്ട്രോങ് ആയിട്ട് നമ്മൾ ബോഡി കംപ്ലീറ്റ് സ്ട്രോങ് ആവും. കാലും. ഓക്കെ. 3 ചെയ്യാണ്. കൗണ്ട് കടന്നിട്ട് ചെയ്യാണ്. ആദ്യം കൗണ്ട് കടന്ന് റിലാക്സ് ചെയ്യും. ഒന്ന് റിലാക്സ്, ക്ഷീണം നോക്കിക്കോട്ടെ. കാല് വിട്ട് വെക്കും. ഇങ്ങോട്ട് ഫേസ് ചെയ്യും. ഫേസ് ചെയ്യാം. ഇങ്ങോട്ട് ഫേസ് ചെയ്യുള്ളൂ. കാലൊന്ന് വിട്ട് വെക്കുക. കാലിന്റെ മടമ്പ് വിട്ട് വെക്കുക. ഹീൽ മടങ്ങും. ഓക്കെ. 2 കൈയും മുട്ടിൽ കൊടുക്കുക. കണ്ണടച്ച് ബ്രീത്ത് ചെയ്യും. തീർച്ചയായും ബ്രീത്ത്. ഇതിന്റെ പേര് മകരാസനം ബ്രീത്തിങ് പറയും. നിങ്ങൾക്ക് എപ്പോഴും ടെൻഷൻ വരികയാണെങ്കിൽ ഈ ബ്രീത്തിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് മാത്രമല്ല, ഹൈ BP ഉള്ള സമയത്ത് BP കുറയും. ഓക്കെ. കാലുകൂട്ടി വയ്ക്കും. ആദ്യം നമ്മൾ അപ്പർ ബോഡി ചെയ്യാൻ പോണത് ഭുജംഗാസനം. കാലുകൂട്ടി വയ്ക്കും. കാലുകൂട്ടി വയ്ക്കുക. 2 കാലും വലിച്ചു പിടിക്കുക. ബാക്കിലേക്ക് വലിച്ചു പിടിക്കുക. ഒരു 6 ബ്രീത്തിങ് ആണ് കേട്ടോ. കാല് കൂട്ടി വെക്കണം, വലിച്ചു പിടിക്കണം, നെറ്റി മുട്ടിക്കും. ഇൻഹേൽ. ഉണ്ടോ? ഇങ്ങനെ പൊന്തി വരട്ടെ. 2 കൈ ഇങ്ങനെ പതുക്കെ പതുക്കെ പൊന്തി വരണം. കൈയിന്റെ മുട്ട് ഊരണം. യെസ്, വെരി ഗുഡ്. മുകളിലേക്ക് നോക്കൂ. ഒന്ന് മുകളിലേക്ക് നോക്കൂ. അപ്പൊ എനിക്ക് ഫീൽ ചെയ്യും. വെർട്ടിബ്ര ലോവർ നമ്പർ 7 ഭയങ്കര ടൈറ്റ് ആയിട്ടോ. മുകളിലേക്ക് നോക്കൂ. ഇൻഹേലാണ് ഇപ്പോ. എക്സേൽ. താഴെ പതുക്കെ ഒരു 6 പ്രാവശ്യം. നെറ്റി മുട്ടിക്കട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് വരാല്ലേ, സിമ്പിൾ തന്നെ. ഒന്ന് മുള്ളിക്കണ്ട് പുഷ് ചെയ്യാം. വയറൊക്കെ ഒന്ന് പറയും. കൈന്റെ മുട്ട് ഫുള്ളാ ബെൻഡ് വരണം. റിലാക്സ് ചെയ്യാണ്. കാല് വിട്ട് വെക്കുക. വലത്തെ കൈ ചോട്ടില്,
ഇടത്തെ കൈന്റെ മുകളില് തല അതിന്റെ മുകളിൽ. കാലം കുത്തി വെക്കണം, ഹീൽസ് ഇടരുത്. ഓക്കെ, കാലം കുത്തി. ഭുജംഗാസനം ഫസ്റ്റ് സ്റ്റേജ് ആണ്. കൈയിന്റെ മുട്ട് മാത്രമേ പോകുന്നുള്ളൂ. മുട്ട, രണ്ട് കൈയിന്റെ മുട്ട് നേരത്തെ റെസ്റ്റ് ചെയ്യണം. അപ്പർ ബോഡി പോകട്ടെ. ലുക്ക് അറ്റ് സീലിംഗ് ആൻഡ് ബ്രീത്ത്. ലുക്ക് അറ്റ് സീലിംഗ് നോക്കണം. നല്ല സീലിംഗ് നോക്കും. ബോഡിക്ക് വലിഞ്ഞു നോക്കൂ. പ്രമോദെ കാല് കൂട്ടി വയ്ക്കും, കാല് കൂട്ടി വയ്ക്കും. യെസ്, മോളിക്ക് നോക്കൂ. നിങ്ങൾക്ക് നല്ല വലിയ വരും. കഴുത്ത്, ബാക്ക് മസിൽസ് നല്ല വലിയ വരും. റിലാക്സ് അഗൈൻ. കൈയിന് മുകളിൽ നേരത്തെ തല വെച്ചിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. നേരത്തെ വലത്താണ്, ഇപ്പൊ അടുത്ത്. കാല് പൊട്ടി വയ്ക്കും, കാല് പൊട്ടി വയ്ക്കുക. ഇതിന് ഫുൾ കൈയ്യണ്ട് പോകണം. ഇനി പതുക്കെ പതുക്കെ ബെൻഡ് നിർത്തിയിട്ട് അങ്ങോട്ട് പോകണം. കൈ ഫുള്ള് പൊങ്ങിയ, എന്നിട്ട് കഴുത്ത് മുകളിലേക്ക് പോകണം. നിങ്ങളുടെ വയറൊക്കെ ഒന്ന് കുറയും. ബാക്ക് മസിൽസ് നല്ല സ്ട്രെങ്ത് ആവും. മുകളിലേക്ക് നോക്കൂ. റിലാക്സ് അഗൈൻ. റിലാക്സ് ചെയ്യും. കാല് വിട്ടു വയ്ക്കുക. കൈ മുകളിൽ, തല പോകും. റിലാക്സ്. നിങ്ങൾ അപ്പർ ബോഡി ഫിറ്റ് ആക്കാൻ പോകും. ഭുജംഗാസനം ഫൈനൽ സ്റ്റേജ് ആണ്. കാല് വീണ്ടും കൂട്ടി വയ്ക്കും. മുകളിലേക്ക്. ഭുജംഗാസനം ചെയ്തിട്ട് നമ്മൾ രണ്ട് കൈയും ബട്ടക്സിന്റെ ചുവട്ടിൽ വലിച്ചു പിടിക്കണം. ഫുൾ ഭുജ ചെയ്തു. കുറച്ച് താഴും. കൈ ബട്ടക്സിന്റെ ചുവട്ട് വലിച്ചു പിടിക്കണം. പോട്ടെ, മുകളിലേക്ക് നോക്കൂ. അരക്കെട്ടിലല്ല, കൈ ബിലോ ബട്ടക്സ്. മുകളിലേക്ക് പോകണം. അനേ മുകളിൽ കൈ മുകളിൽ ബാക്ക് പോട്ടെ, അപ്പോഴേ ആക്ഷൻ വരുള്ളൂ. വെരി ഗുഡ്. റിലാക്സ്. റിലാക്സ് ചെയ്യും. ശലഭാസനം. ലോട്ടസ്. കാല് പൊട്ടി വയ്ക്കും. ആദ്യം ഒരു ബ്രീത്തിങ് ആണ് കേട്ടോ. രണ്ട് കൈയും ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. എന്നിട്ട് നിങ്ങളെ താടി ടച്ച് ചെയ്യാം. നെറ്റിയല്ല, താടി തെറ്റരുത്. നേരത്തെ നെറ്റിയാൽ ഇപ്പൊ താടി. കാലിന്റെ മുട്ട് മടങ്ങാണ്ട് ഇൻഹേൽ കാല് പൊക്കണം. ഓരോ കാല് മാറി മാറി പോകട്ടോ. കാലിന്റെ മുട്ട് മടങ്ങാണ്ട് കുറച്ച് പൊങ്ങി പൊക്കാൻ പറ്റുന്നു കേട്ടോ. മാറി മാറിച്ചു. റിലാക്സ് ഇൻ മകരാസനം. കാല് വിട്ടുവെക്കും. താടി രണ്ടും കഴുത്തിൽ ചോദിച്ച് റിലാക്സ് ചെയ്യും. കണ്ണടച്ചിട്ട് റിലാക്സ് ചെയ്യാം. അടുത്ത ചെയ്യാൻ പോകുന്ന ശലഭാസനാണ്. രണ്ട് കാലും പൊക്കുകയാണ്. രണ്ട് കാലും പൊക്കണം. എത്ര ഹൈറ്റ് അത് നോക്കണം നമ്മള്.
രണ്ട് കാലം നിങ്ങൾ മുട്ട് മടങ്ങാണ്ട് ആദ്യം കുറച്ചേ പറ്റുള്ളൂ. മുട്ട് മടങ്ങരുത്. അരക്കെടുന്ന് പൊങ്ങ ചെയ്യണം. കൈ മടക്കി പിടിക്കും. കൈ മടക്കി പിടിക്കുക. പറഞ്ഞുതരാം. അറിയോ, പണ്ട് ജീവിതമാണ്, ഓർമ്മ കൊണ്ട് അറിയില്ല. മറന്നുണ്ടോ? കുഴപ്പമില്ല, ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ രണ്ട് കൈയും ഇവിടെ വെക്കണം. ഞാൻ ആംഗിൾ വെച്ചത് ഗ്രോയിൻ. കൈന്റെ വിരല് മടക്കിയിട്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കണം. ഇവിടെ വെക്കേണ്ടത്. ഇവിടെ ഒന്നല്ല, ഇവിടെ വെക്കേണ്ടത്. എന്നിട്ട് ആ കൈന്റെ പ്രഷർ കൊണ്ട് നമ്മൾ രണ്ട് കാല് പൊങ്ങണം. അരക്കിരുന്ന് പൊങ്ങണം കാല്. ഓക്കെ, ചെയ്യാം. താടി നേരത്തെ റെസ്റ്റ് ചെയ്യൂ. ഡൗട്ടറിംഗ് ലൈൻ നോക്കണ്ടല്ലോ, ശലഭാസനം ശ്രദ്ധിക്കാം. ലോവർ ബോഡി നല്ല ആക്ഷൻ വരുന്നതാണ്. നിങ്ങളെ സെക്സൽ ഗ്ലാൻസ് ആക്റ്റീവ് ആവും. പിന്നെന്താ പറയാ, മറ്റേ പ്രശ്നം, വയറിന്റെ പ്രശ്നങ്ങൾ, യൂട്രസ് പ്രശ്നങ്ങൾ, പല ഒരുപാട് ഗുണമുള്ള എക്സസൈസ് ആണ് മറ്റേ ഈ ശലഭാസനം. ബാക്ക് പെയിൻ മൂവ്. പിന്നെ ജെൻസിന് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, അതാണ് മെയിൻ തിങ്. ജെൻസിന്റെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ്മെന്റ് കുറയും. അതാണ് മെയിൻ. പ്രോസ്റ്റേറ്റ് എൻലാർജ്, അതാണ് 100% അതിന്റെ മെയിൻ. പ്രോസ്റ്റേറ്റ് എൻലാർജ് കുറയും. ഓക്കെ, കാലിക്കുട്ടി താടി നേരത്തെ കുട്ടിക്കോ. റിലാക്സ്. റിലാക്സ്. റിലാക്സിങ്. ഈസി പോസ്. കാല് വിട്ട് വെക്കുക. വലത്തെ കൈ ചോട്ടില്, ഇടത്തെ കൈ മുകളില്, തല മുകളിൽ. റിലാക്സ് ചെയ്യും. വീടിന്റെ പോസ്റ്റാണ്. ധനുരാസനം കഴിഞ്ഞ പിന്നെ ബൂട്ട് പോസ്. അത് പാക്കേജാണ്. ഓക്കെ, കാല് കൂട്ടി വയ്ക്കും. ഇടത്തെ കൈ കൊണ്ട് ഇടത്തെ കാലിൽ ആംഗിൾ പിടിക്കും. വലത്തെ കാലിൽ ആംഗിൾ പിടിക്കാം. പറഞ്ഞ ചെയ്യാൻ പറ്റും. പറഞ്ഞ ചെയ്യും. കാലിന്റെ തുടകളൊന്ന് സ്പ്രെഡ് ചെയ്യുക. രണ്ട് കാലും കൂട്ടി വയ്ക്കും. കാല് ആംഗിൾ കൂട്ടി വയ്ക്കുക. വെരി ഗുഡ്. ഇനി കാലിന്റെ പ്രഷർ അരക്കെട്ട് പോകണുണ്ടോ? പ്രഷറിൽ പോകട്ടെ. മെയിൻ ഐഡിയ ഇസ് ദാറ്റ് ഓൺ യുവർ സ്റ്റൊമക്ക് പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ആ കാലിന്റെ പ്രഷർ കിട്ടും. മോളിക്ക് നോക്കൂ. യെസ്, ഇവിടെ നമ്മളെ സ്മിതക്കുട്ടി പോരാ. ഡോക്ടർ ഒന്ന് നോക്കട്ടെ. യെസ്, മോളിക്ക് കാല് കൊടുത്തപ്പെടരുത്. അത് റോൾ ചെയ്യോ. നിങ്ങളെ ഫുള്ള് വർക്കൗട്ടാണ്. മോളിക്ക് നോക്കൂ. വയറിന്റെ ഫാറ്റ് കുറയാൻ മാത്രമല്ല നെക്ക് മസിൽസ് പോലെ റിലാക്സ്ഡ് ആവും. റിലാക്സിങ് ബേബി പോസ്. ബേബി പോസ് അതിനെ പറഞ്ഞുതരാം. ഇടത്തെ കൈ ടച്ച് ചെയ്യാം. ഇടത്തേക്ക് ടച്ച് ചെയ്ത് എടുത്ത ഭാഗത്തേക്ക് ഉറങ്ങരുത്. ആരും ഉറങ്ങി പോകരുത്. നടക്കും.
ലാസ്റ്റ് പോസ്. മോളെ അനിയ മോളെ ഇങ്ങോട്ട് കിടക്കുക, ഇങ്ങോട്ട് നോക്കി കിടക്കുക. ഉറങ്ങട്ടെ, ഉറങ്ങാനായിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് നോക്കിക്കോട്ടെ. ഉറങ്ങിയോ? ക്ഷീണിച്ചു. ഓക്കെ, ക്ഷീണിച്ചില്ല, കിടന്നോട്ടെ കിടന്നു. ലാസ്റ്റ് വൺ ബൂട്ട് പോസ് പറയും. ലാസ്റ്റ് വൺ നമ്മളെ നവകാസനത്തിന്റെ തന്നെയാണത്, പക്ഷെ അതൊരു വേറെ വെറൈറ്റി നവകാസനം. കൈ രണ്ടും വലിച്ചു പിടിക്കും. കൈ രണ്ടും വലിച്ചു പിടിക്കുക, കാല് കൂട്ടി വയ്ക്കുക. കൈയും കാലും പൊങ്ങണം. എന്നിട്ട് നമ്മൾ റോൾ ചെയ്യുക. അപ്പ് ആൻഡ് ഡൗൺ, ഫോർവേഡ് ആൻഡ് ബാക്ക് റോൾ ചെയ്യുക. ലേശം ടഫാണ്, മനസ്സിലായില്ലേ? ഓക്കെ, കാലൊന്ന് പോകട്ടെ, റോൾ ചെയ്യൂ. ഇനിഷ്യലൈസ് അവിടെ ഞാൻ ചെയ്യാൻ പറ്റുമോ? ഈ വർത്തമാനം പറയാൻ പറ്റില്ല. റിലാക്സ് അഗെയിൻ ഇൻ ബേബി പോസ്. റിലാക്സ് ചെയ്യാം. ഭയങ്കര ടയർഡാവും. നിങ്ങളൊന്ന് കിടക്കുക, കാല് വിട്ടി വെക്കുക, കണ്ണടയ്ക്കണ്ട. റിലാക്സേഷൻ, നോർമൽ ബ്രീത്തിങ്. അല്ലല്ല, ശവാസനല്ല. ഒന്ന് റിലാക്സിങ് മാത്രം, ശവാസനല്ല. ഓക്കെ, രണ്ട് കാലും കൂട്ടി വയ്ക്കും, രണ്ട് കൈയും കൂട്ടി വയ്ക്കും, രണ്ട് കാലും 90 ആക്കി, കൈ കവിച്ച് വെക്കണം. രണ്ട് കാലും 90 ആക്കി വലിച്ചു പിടിക്കും. 90 ആവണം, വലിച്ചു പിടിക്കും. രണ്ട് കാലും, കാലിന്റെ മുട്ട പടങ്ങരുത്, വലിച്ചു പിടിക്കും. ബ്രീത്തിങ്, നോർമൽ ബ്രീത്ത് ചെയ്യാം. കണ്ണിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ വരും, കണ്ണടയ്ക്കണ്ട. രണ്ട് കൈ കൊണ്ടും കാലിന്റെ ബാക്ക് പിടിക്കുക, മുട്ട് പിടിക്കുക. ഒന്ന് അടുപ്പിച്ചുകൊണ്ടിരും. ബ്രീത്ത് ചെയ്യാം, നോർമൽ ബ്രീത്തിങ്. പതുക്കെ കാൽ നിർത്തി വെക്കൂ, റിലാക്സ്. കാല് വിട്ട് വെക്കുക, റിലാക്സ് ചെയ്യൂ. അടുത്ത നമ്മൾ ചെയ്യാൻ പോണത് സേതുബന്ധാസനം, ബ്രിഡ്ജ് പോസ്. നിങ്ങളെ പാങ്ക്രിയാസ് ആക്ടിവിറ്റി ചെയ്യും, വിശപ്പ് വരും, പ്രമേയത്തിന്റെ ലെവൽ കുറയും. നിങ്ങൾ എന്തെന്നെ കഴിച്ചാൽ രാത്രി കഴിച്ചിട്ട് നിങ്ങൾക്ക് ജയിക്കും, പെട്ടെന്ന് ജയിക്കും. കഴുത്തിന് കൂടുതൽ എക്സസൈസ് ആണ്, നിങ്ങളെ കഴുത്ത് വേദന മാറും. ചെയ്യാൻ പോണത് സേതുബന്ധാസനം. ഓക്കെ, രണ്ട് കാലും മടക്കി വെക്കൂ, മടക്കിന്റെ ബട്ടക്സ് ടൈറ്റ് ആക്കി വെക്കുക. രണ്ട് കാലും ബട്ടക്സ് ടൈറ്റ് ആക്കി വെക്കണം. ഇനി കാല് സ്ലിപ്പ് ആവരുത്, കാല് ടൈറ്റ് ആക്കി വെക്കും കേട്ടോ. ഓക്കെ, ഇനി നമ്മള് രണ്ട് കൈന്റെ മുട്ടും അരക്കെട്ടിൽ റെസ്റ്റ് ചെയ്യുക. എന്നിട്ട് അരക്കെട്ട് പൊങ്ങി പൊങ്ങി പൊങ്ങിയിട്ട് രണ്ട് കൈയും അരക്കെട്ടിന്റെ ചോട്ടിൽ വരണം. അരക്കെട്ട് പൊങ്ങട്ടെ, രണ്ട് കൈയും അരക്കെട്ടിന്റെ ചോട്ടിൽ വരുത്തണം. അപ്പൊ ഓട്ടോമാറ്റിക് താടി നിങ്ങളുടെ ചെസ്റ്റോട് കംപ്രസ് ആയിട്ടുണ്ടാവും. കാലം അടുപ്പിച്ചുകൊണ്ടിരും, കാലം അടുപ്പിച്ചുകൊണ്ടിരും. ഇപ്പൊ ബോഡി വെയിറ്റ് ഇപ്പൊ നിങ്ങളെ കയ്യിലും തൊടയിലായിരിക്കും. ബ്രീത്ത് ചെയ്യും, നോർമൽ ബ്രീത്ത് ചെയ്യും. ഒരു കാല് പൊക്കൂ, ഏതെങ്കിലും ഒരു കാല് മോളിക്ക് 90 പൊക്കൂ, ഏതെങ്കിലും ഒരു കാല്. ഒരു 5 ടൈം ബ്രീത്ത് ചെയ്യാം. ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ. കാലിന്റെ മുട്ട് മടങ്ങണ്ടേ, നേരെ പോകണം. താത്തിയിട്ട് മറ്റേ കാല് മോളിക്ക് നല്ല വലിച്ചു പിടിക്കും. കാലിന്റെ ആംഗിള് മോളിലേക്ക് പോയിന്റ് ചെയ്യാം. കാല് താത്തി റിലാക്സ് ചെയ്യും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാലും അടുപ്പിച്ചു കൊണ്ടുവരിക, ബോഡി അടുപ്പിച്ചു കൊണ്ടുവരിക. ഇനി അരക്കെട്ടിന് കൈയാണ്ട് വിടുകയാണ്.
അരക്കെട്ട് താഴ്ന്ന് രണ്ട് കൈയും കാലിന്റെ ആംഗിൾ പിടിക്കുക. ലിഫ്റ്റ് യുവർ വേസ്റ്റ്. ബ്രീത്ത്. കാലിന്റെ പ്രഷർ ഇപ്പൊ തന്നെ തുടക്കി വരും. പതുക്കെ റിലാക്സ് ചെയ്യൂ. റിലാക്സ് റിലാക്സ്. കാല് വിട്ട് റിലാക്സ് ചെയ്യട്ടോ. ഇതിപ്പോ ചെയ്തപ്പോ അടുത്ത് നമ്മൾ ചെയ്യണം. ഒരു കോംപ്ലിമെന്ററി ആണ് മത്സ്യാസനം. കഴുത്തിന്റെ മറ്റേ ആയിക്കോട്ടെ മത്സ്യാസനം. കാല് കുട്ടി വെക്കും. അപ്പർ ബോഡി ഒന്ന് റേറ്റ് ചെയ്തിട്ട് തലയുടെ മൂർധാവ് ടച്ച് ദ ഫ്ലോർ. അപ്പർ ബോഡി റേറ്റ് ചെയ്യണം. രണ്ട് കൈയും വയറിന്റെ മുകളിലേക്ക് വിടുക. റിപ്പീറ്റ് ചെയ്ത് തലയുടെ മൂർധാവാണ് സെന്റർ ഓഫ് ദി ഹെഡ്. കാല് വെച്ച് പിടിക്കണം. കാല് വെച്ച് പിടിക്കണം. റിലാക്സ്. ഈ പോസിൽ ചെയ്യുകയാണെങ്കിൽ വെള്ളത്തിന് മുന്നില്ല. റിലാക്സ്. രണ്ട് കാലും പിടിക്കോ. റോളിംഗ് ആണ് കേട്ടോ. ഇൻഹേൽ എക്സേൽ ഫ്രണ്ടിലേക്ക് വരിക. ഇൻഹേൽ ബാക്കിലേക്കും പോവാം. പോകുമ്പോ രണ്ട് കൈ കൊണ്ടും ബാക്കിലേക്ക് പോട്ടെ. പുഷ് ചെയ്യാം. പുഷ് ചെയ്യാം. നട്ടലിന്റെ റോളിംഗ് ആണ്. ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഫോഴ്സിൽ കൊള്ളണ്ടേ കിടക്കാൻ പറ്റും. ആ ഒരു ആംഗിൾ കിടന്നാല് ഈ ഭാഗത്ത് വെള്ളം വരില്ല, ഉറപ്പായിട്ടും വരില്ല. നോക്കിയിട്ട് നീന്താ അറിയണം. നീന്താ അറിയാത്തൊരു നീന്താറിനകത്ത് കിടന്നാൽ വെള്ളം വരില്ല. നോക്കുന്നുണ്ട്, ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ കിടക്കാൻ പറ്റും. ഈ ഭാഗം വെള്ളം വരില്ല, 100% ഷുവറാണ്. ആ ബോഡി ഒരു ആംഗിളിൽ ഇങ്ങനെ കിടക്കണം. പ്രോട്ടീൻ നമുക്ക് രണ്ട് നാല് സ്ഥലം നാലൊന്നും ചെയ്യാം. നാല് സാധാരണ 6 പറയാൻ അത് ടയർഡായിട്ട്. എപ്പോഴാ പറഞ്ഞിട്ട്? ഏതൊക്കെ പോകണം അല്ലേ? നേരത്തെ പോകണം. ഞങ്ങൾ ഏതൊക്കെ നിർത്തും. ഓ ഷുവർ ഷുവർ ഷുവർ. ഏഴരയ്ക്ക് നമുക്ക് 7:30 പോയാൽ പോരെ? 7:30 പറ്റും. പാത്രം അന്വേഷണം പോയി. പാത്രത്തോട് റെസ്റ്റ് എടുക്കാൻ പറയാം. അതാണ് കാലേ തന്നെ. അതാണ് പാത്രമുണ്ട്. ആദ്യം ഒരു പ്രാവശ്യം പ്രശ്നമാണ്, പിന്നെ അതേ കാലം പിന്നെയും എടുക്കും. ഓക്കെ, 4 സൂര്യ നമസ്കാരം ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മള് ബ്രീത്തിങ്ങിലേക്ക് ചെയ്യും. പിന്നെ ഒരു 5 മിനിറ്റ് ഏതൊക്കെ സ്റ്റോപ്പ് ചെയ്യാം. 7:30 സ്റ്റോപ്പ് ചെയ്യാം. 5 മിനിറ്റ്. നാളെ വരില്ലേ മേഡം? നാളെ കണ്ടില്ലേ? മോനെ ഇപ്പോ വരാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? മോനെ ഓക്കെ. ഷീറ്റിന്റെ ഫ്രണ്ട് വരും കേട്ടോ. സൂര്യ നമസ്കാരം എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ എല്ലാ ജോയിന്റ്സും 139 ജോയിന്റ്സ് ഫ്രീ ആക്കുന്നതാണ് സൂര്യ നമസ്കാരം. ലൈനിൽ കേൾക്കുന്ന ഇപ്പൊ 12 സ്റ്റെപ്പാണ് സൂര്യ നമസ്കാരത്തിൽ വരിക. കാല് കൂട്ടി ഷീറ്റിന്റെ ഫ്രണ്ടിലേക്ക് വരും. ഷീറ്റിന്റെ ഫ്രണ്ടിലേക്ക് വരണം. നമ്മളെ കൈയും കാലും ഷീറ്റിന് പുറത്ത് പോകാൻ പാടില്ല. സൂര്യ നമസ്കാരത്തില് കൈ വെച്ച കൈ അവിടെ സ്റ്റഡിയാണ്, കാല് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഒന്ന് ഡീപ്പ് ഇൻഹേൽ ചെയ്യോ. ഇങ്ങോട്ട് 1 2 3 കാല് 4 കാല് ബോഡി വെയിറ്റ് കയ്യിലും കാലും 4. അങ്ങനെ നമ്മളെ അരക്കെടുത്താട്ടെ.
അരക്കെട്ട് താഴ്ന്നില്ല, അരക്കെട്ട് എങ്ങനെയല്ല അങ്ങനെ പ്ലസ് 5 6 7 8 പർവ്വതാസനം. ഇതിൽ അരക്കെട്ടുള്ള പോകണം. 9 റിലാക്സ്. കാല് ബാക്കിലേക്ക് വലിച്ചു പിടിച്ചിട്ട് ഒരു സിംഗിൾ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ എത്ര മതി തട്ടിക്കൊണ്ടിരാ. പക്ഷെ നിങ്ങൾ അഡ്വാൻസ്ഡ് ആൾക്കാരാണെങ്കിൽ ഉണ്ടോ സിംഗിൾ കിട്ടും. കിട്ടിയോ? 11 അടുത്തേക്കാലെ 1 3 4 5 7 മുകളിലേക്ക് 9 10 again swing ചെയ്യാട്ടോ. 11 12 രണ്ടെണ്ണം ഫാസ്റ്റ് ചെയ്യും. 1 2 3 4 5 6 7 8 9 10 11 12 1 2 3 4 5 7 8 9 10 11 12 ഇരിക്കൂ. ഡോഗ് ബ്രീത്തിങ് ആണ്. സ്റ്റെപ്പ് വെച്ച് പറയാം. അത് കഴിഞ്ഞ് ഉടൻ ഡോഗ് ബ്രീത്ത് ചെയ്യണം. ഓക്സിജൻ ലെവൽ കൂട്ടാളാണ്. ഓക്കെ, ഒന്ന് വരട്ടെ. ഓക്കെ, റിലാക്സ്. അടുത്ത ലൈൻ ബ്രീത്തിങ് ആണ്. ഞാൻ വലത്തെ കൈ വയറുമ്പിലേക്കും, വലത്തെ കൈ വയറിന്റെ മുകളിൽ, ഇടത്തെ കൈ ചെസ്റ്റില്. ഒന്ന് ഡീപ്പ് ഇൻഹേൽ ചെയ്യൂ. എക്സേൽ. നോടി, ഒരു ബ്രീത്തിങ് 3 ടൈം ബ്രീത്ത് ചെയ്യും. ഒന്ന് ബ്രീത്ത് ചെയ്യുക, ഒന്ന് ഹോൾഡ് ചെയ്യുക. സെക്കൻഡ് ടൈം അഗൈൻ ബ്രീത്ത്, ഹോൾഡ് ചെയ്യുക. തേർഡ് ടൈം നല്ല ബ്രീത്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. ചൂടുള്ള വായു റോൾ ചെയ്യട്ടെ. ചെയ്യാം, 3-4 ടൈം ചെയ്യാം. ഓക്കെ, ചെയ്യാം. അത്ര എളുപ്പമല്ല അത്, പക്ഷേ മതി. നമ്മള് ചക്ര കിടക്കാം. വയറിന്റെ ഇന്നലെ ചെയ്തല്ലോ. ഈ മുദ്ര പിടിക്കും, ചിന്മുദ്ര. ഒന്ന് ഡീപ്പ് ഇൻഹേൽ ചെയ്യുക, എക്സേൽ. ഇവിടെ
സ്റ്റാർട്ട്. ചേഞ്ച്. 3 കൊല്ലം അമർത്തി പിടിക്കൂ. ചിന്മയ മുദ്ര. ചെസ്റ്റിന്റെ എവിടെയാണ്? സ്റ്റാർട്ട്. ചേഞ്ച്. തള്ളവിരല് ചെറിയ ചുവട്ടിൽ വെക്കുക. 4 വിരലും മടക്കുക. ബ്രഹ്മമുദ്ര. HREE. ഇവിടെ വിരലമർത്തി പിടിക്കണേ. സ്റ്റാർട്ട്. ഓക്കെ. നമ്മളെ നാഡികളൊന്ന് ശുദ്ധിയാക്കാണ്. നമ്മളെ സഹസ്ര ആധാരം മുതൽ മൂലാധാരം വരെയുള്ള ലൈൻ ഒന്ന് ക്ലിയർ ആക്കാനുള്ളതാണ്. നാഡികൾ 3 മെയിൻ നാഡിയാണ്. ഇടയ, പിങ്കള, സുഷുമ്ന. ആ 3 നാഡിയും ക്ലിയർ ആക്കാനുള്ള ഒരു ബ്രീത്തിങ് ആണ്. നല്ല ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ഒരൊറ്റ ഇതില് മുകളിന്ന് ഊപെടുത്തി നിങ്ങളെ മൂലാധാരം വരുത്താണ്. ലാസ്റ്റിൽ കഴിയുമ്പോ ഒന്ന് പുഷ് ചെയ്യുക. പുഷ് ചെയ്യുന്ന സമയത്ത് വയറാണ് ഉള്ളിലേക്ക് പോകേണ്ടത്. സ്പ്രിംഗ് മസിൽ ടൈറ്റ് ആക്കി പിടിക്കുക. ടൈറ്റ് ആക്കി പിടിക്കുക. സെക്കൻഡ് അഗൈൻ ലിഫ്റ്റ് ചെയ്യുക. ഒരു 3 പ്രാവശ്യം ബ്രീത്ത് ചെയ്യുന്ന നമ്മൾ. ഒരൊറ്റ ശ്വാസത്തില് ഓക്കെ. നിങ്ങൾ മുദ്ര ഇഷ്ടമുള്ള മുദ്ര പിടിച്ചോളൂ, കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു മുദ്ര. ചിന്മുദ്ര പിടിക്കാം. ചിന്മുദ്ര പിടിക്കാം. ഇത് വേണ്ട, ഇത് ബുദ്ധിമുട്ടാ. ചിന്മുദ്ര പിടിച്ചോളൂ. എന്നാണ്. ആ ലാസ്റ്റിൽ നിന്ന് ഒന്ന് പ്രസ് ചെയ്യണം. ശുദ്ധം ഹോൾഡ് ചെയ്യണം. ഓക്കെ. ഒന്ന് ഡീപ്പ് ഇൻഹേൽ ചെയ്യോ. എക്സേൽ. We'll do 3 times. Okay, inhale. Again. First one. റിലാക്സ്. നമ്മളൊരു ബോഡി കൂളിംഗ് ചെയ്യാനുള്ള പ്രാണായാമമാണ്. അതിന് പറയാ ശീതളി പ്രാണായാമം. ഇരുന്നോളൂ, ഈസി പോസിൽ ഇരുന്നോളൂ. ശീതളി പ്രാണായാമം. ഓക്കെ. നമ്മൾ ഏതൊക്കെ സ്റ്റോപ്പ് ആക്കാം, കുഴപ്പമില്ല, സമയമുണ്ട്. കാല് വലത്തേക്കാല് ചുവട്ടിൽ, ഇടത്തേക്കാലും മുകളിൽ. ശീതളി പ്രാണായാമം. നമ്മൾ ഇന്റേണൽ ബോഡി ബ്രെത്ത് കൂടെ കൂൾ ചെയ്യണം. വേണമെന്ന് ആവശ്യമില്ല. ഇന്റേണൽ ബോഡി കൂൾ ചെയ്യും. ഗ്രാജുവലി കഴിഞ്ഞ് നിങ്ങളെ ആ സ്വെറ്റ് ഒന്ന് ഡ്രൈ ആവും. ഓക്കെ. നാവ് മടക്കിന് ടങ് ലൈക്ക് എ പൈപ്പ് വലിക്കുക. ചൂടുള്ള വായു ഒന്ന് ഹോൾഡ് ചെയ്യാം. എന്നിട്ട് പല്ല് കടിച്ചിട്ട് റിലാക്സ് ചെയ്യാം. ചെയ്യൂ. ഒരു 5-6 ടൈം ചെയ്യൂ. ഒന്ന് ഹോൾഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് റിലാക്സ്. Again. Last one. എങ്ങനെ ഫീൽ ചെയ്യും? നമ്മളെ ബോഡി കൂളാവണം എങ്ങനെ ഫീൽ ചെയ്യും? പല്ല് കടിക്കും. വിധിയ പല്ല് കടിച്ചിട്ട് കടുകൂടെ നല്ല ലങ്സ് ഫിൽ ആവണം. 5 seconds. ആ ബ്രെത്തും ശ്രദ്ധിക്കുക. വേറെ ഒന്നും ആലോചിക്കരുത്.
ലാസ്റ്റ് വൺ. നാവ് മടക്കിയിട്ട് ബ്രീത്ത് ചെയ്യും. മടക്കണം. ഇവിടെ നോക്കൂ, ആ ശബ്ദം വരണം. സ്മീർ നോക്ക് ചെയ്യും. ആ ശബ്ദം വരണ്ടോ? ശബ്ദം നോട്ടെ. ആ ശബ്ദം വരണോ? നോക്കൂ. എക്സൈൽ. ഒന്നുകൂടി. ഓക്കെ, നമ്മളെ ബ്രെയിൻ ആക്ടിവിറ്റിയാണ്. ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റില്ല. ബ്രെയിൻ ഇല്ല, ലൈനിൽ പുതിയ ഉണ്ടോ അറിയില്ല. ഇല്ല, നാവ് അപ്പർ അണ്ണാക്കിന്റെ അപ്പർ ജോ മടക്കിയിട്ടുണ്ടോ? പ്രസ് ചെയ്യണം. ആ രണ്ട് നേർമ വരെയണം. കഴുത്തിന് രണ്ട് നേർമ വരെയണം. അപ്പോഴേ ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ വലിയുള്ളൂ. നല്ല വലിയണം. ഓക്കെ, കൈയൊക്കെ പ്രസ് ചെയ്തിട്ട് പറയാം, കണ്ണൊക്കെ അടച്ചിട്ട്. ഒരു വിൽ ഡു 6 times. നിങ്ങളെ പ്രായമുള്ള ആൾക്കാർ കൂടുതൽ വേണ്ടത്. ഡെമനീഷ്യ വരില്ല, മറവി രോഗമൊന്നും വരില്ല, എന്താ പറയാ, അൾഷിമേഴ്സ് വരില്ല. പല പല ഗുണങ്ങളുണ്ട്. ഓക്കെ, ചിലപ്പോ ഇവിടെ കടയും, നെറ്റിയൊക്കെ കടയും. ഇവിടെ ബ്ലഡ് സർക്കുലേഷൻ ഫോഴ്സ് ചെയ്യണം. അടുത്ത കുറച്ച് അഡ്വാൻസ് മടക്കിയിട്ട് DR ചെയ്യാം. രണ്ട് മിനിറ്റ് ടങ് ചെയ്യാം. ടങ് എക്സസൈസ് ചെയ്യാം. ടങ് എക്സസൈസ് കുറച്ചുകൂടി അഡ്വാൻസ് ഉള്ള ചെയ്യാം. നാവ് ടച്ച് ചെയ്യാൻ പറ്റും നോക്കൂ. പോസിബിൾ ടച്ച് യുവർ നോസ്. പറ്റും നോക്കൂ. പറ്റുമോ? അനിയമ്മൾക്ക് അനിയമ്മളുള്ളൂ. മുള്ളിക്ക് വേട്ടെ. നാവ് വരികണം. ഇത് വരില്ല, കുറച്ച് പോണം. ടങ് എക്സസൈസ് ആണ്. ലെഫ്റ്റ് റൈറ്റ് ചെയ്തിട്ടാണ്. ലെഫ്റ്റ് റൈറ്റ്. ലെഫ്റ്റിൽ തന്നെ പുഷ് ചെയ്യുക, റൈറ്റിലേക്ക് പുഷ് ചെയ്യുക. നമ്മുടെയൊക്കെ നല്ല വലിയ വരും. വായ കൂട്ടിയിട്ട് പുഷ് ചെയ്യൂ. ലെഫ്റ്റ് ചീക്ക്, റൈറ്റ് ചീക്ക്. എയർ നിറയ്ക്കൂ. എയർ നിറയ്ക്കൂ. കവളൊക്കെ നല്ല ഭംഗി വരും. നമ്മള് വണ്ടി ഓടിക്കലാണ്. ലിപ്സിന്റെ നോൺ സ്റ്റോപ്പ് ഓടിക്കുക. ഇൻഹേൽ, നിർത്താൻ പോട്ടെ. ലാസ്റ്റ് വൺ. ഇനി നമ്മള് ഇത് ഒഴിവാക്കാൻ പറ്റില്ല. ഭസ്ത്രിക പ്രാണായാമം അത്യാവശ്യമാണ്. നമ്മളെ ദേഹത്തെ ടോക്സിക് പോകാനുള്ളത് ഭസ്ത്രിക പ്രാണായാമമാണ്. അങ്ങനെ ഇരിക്കും. വലത്തേക്കാലം മടക്കി ആദ്യം നൂർന്നിരിക്കുക. വലത്തേക്കാലം മടക്കി മടക്കൂ. അങ്ങനെ ഇരിക്കും. ഇടത്തേക്കാലം മടക്കി മുകളിലിരിക്കും. അങ്ങനെ ഇരിക്കും. സിറ്റ് വജ്രാസനം. 5 minutes അല്ലേ ഇരിക്കും. 5 minutes ഇരിക്കും. ഓക്കെ, എക്സെപ്ഷൻ ഇവർക്ക് മാത്രം എക്സ്പ്രഷൻ വൈമുട്ട്. നീ എന്താ ഓപ്പറേഷൻ കഴിഞ്ഞാണ്, അപ്പൊ അത് ഇട്ടേക്കും. പ്രമുഖ ശരിക്കും ഇരിക്കുക. അതിന്റെ ബോഡി ഓക്കെ, നിങ്ങൾ ഇരിക്കുമ്പോൾ നോക്കൂ, വളരെ ബോഡി നല്ല എഫക്റ്റീവ് ആവും. ഇവിടെ ഇൻഹേൽ ചെയ്യുമ്പോ രണ്ട് കൈ മുകളിലേക്ക് ഇടാം. എക്സേൽ ചെയ്യുമ്പോ അമർത്തണം, കൈ അമർത്തണം. മൂക്കൂടെ ഫോഴ്സ്ഡ് ആൻഡ് എക്സേൽ ചെയ്യും. സ്റ്റാർട്ട്.
Slow down. Relax. ഇത് കഴിഞ്ഞാൽ ഉടൻ ചെയ്യണം സെക്ഷൻ ബ്രീത്തിങ്. ലങ്സിന്റെ ടോപ്പ് പോർഷൻ രണ്ട് കൈയും ബാക്കി വെച്ച് പിടിക്കും. ഇനി ഈസി എങ്ങനെ ചെയ്യും? സുഖമായിട്ട് സുഖാസനത്തിൽ ബുദ്ധിമുട്ടില്ല. രണ്ട് കൈയും ബ്രീതിയോ. നിങ്ങളെ ശ്വാസം മുട്ടൽ പോവും, കിതപ്പ് വരില്ല, സ്റ്റാമിന കൂടും, ലങ്സ് കപ്പാസിറ്റി കൂടും. അതാണ് മെയിൻ. ലങ്സിന്റെ മിഡിൽ പോർഷൻ തള്ളവിരല് കഷക്കുഴിയിലെ ഫ്രണ്ടിലെ ഷോൾഡർ ലിഫ്റ്റ് ചെയ്യും. ഷോൾഡർ ലിഫ്റ്റ് ചെയ്യും. ലിഫ്റ്റ്. നിഹാർ അടുത്തത് ലോവർ പോർഷൻ ആണ്. രണ്ട് കൈയും ബാക്കിലേക്ക് ചെയ്ത് പിടിക്കുക. രണ്ട് കൈയും എല്ലാം വയറ് വെക്കട്ടെ. എക്സേൽ വയറുകൾ പോട്ടെ. ഒന്ന് വയറ് പുഷ് ചെയ്യാട്ടോ. ഇവിടെ ഹിപ്പില് തള്ളവരിൽ ഹിപ്പിൽ സ്റ്റഡിയാക്കൂ. സോഹം വയറ് കോൺട്രാക്ട് ചെയ്യാം. സോഹം 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 പ്രസ് പ്രസ് സോഹം 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 സോഹം. ഓക്കെ, റിലാക്സ്. മെയിൻ പ്രാണായാമമാണ് കിങ് ഓഫ് പ്രാണായാമ. ശാസ്ത്രിക മുദ്ര. നമ്മൾ 10 സെക്കൻഡ് ബ്രെത്ത് ഹോൾഡ് ചെയ്യും. ശ്വാസം മുഴുവൻ പുറത്തേക്ക് വിടും. ഇൻഹേൽ ലെഫ്റ്റ് ഓൺലി. എക്സേൽ റൈറ്റ്. ഇൻഹേൽ. Exhale left. Second round, inhale. Exhale right. Yeah. Exhale left. Last one, inhale. Exhale right. Yeah. Exhale left. Normal deep breathing, holding it up. Deep down now. Left step you. Okay, ഒരു 3-4 minutes നമ്മൾ റിലാക്സ് ചെയ്യും. ലോങ് റിലാക്സ് ചെയ്യല്ല, ഒരു 3-4 minutes. മലന്ന് കിടക്കും. മലന്ന് കിടക്ക്. കാല് വിട്ട് വെക്കുക, കൈ വിട്ട് മലർത്തി വെക്കുക. കണ്ണടയ്ക്കേണ്ട, കണ്ണ് ഓപ്പൺ. നിങ്ങളെ വയറ് മാത്രം എക്സ്ട്രാ ബ്രീത്ത് ചെയ്യണം. 1 2 1 2 പറയാ. വയറ് മാത്രം എക്സൽ ചെയ്യട്ടോ. ഞാൻ 1 2 1 2 സ്പീഡിൽ ചെയ്യാം. ഓക്കെ, ഓപ്പൺ യുവർ ഐസ്. ചെയ്തോളൂ. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 സ്പീഡ്. 1 2 1 2 1 2 1 2 1 2 1 2. ഒക്കെ ചെയ്യൂ. ചെയ്യൂ. Relax. കണ്ണടച്ച് വെക്കൂ. Close your eyes. Close your eyes. കാല് വിട്ടുവെക്കണം.
കൈ മലർത്തി വെക്കണം. തല സ്വല്പം ഇടത്തോട്ടെ, ഒരു 5 ഡിഗ്രി മതി ഇടത്തോട്ടെ. ക്ലോസ് യുവർ ഐസ്, റിലാക്സ് 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 റിലാക്സ്. നമ്മള് ഒരൊറ്റ ക്വിക്ക് റിലാക്സിങ് QRT ചെയ്യാണ്. സമയത്തുകൊണ്ട് QRT ചെയ്യാണ്. കംപ്ലീറ്റ് മസിൽസ് ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ റിലാക്സ് ചെയ്യാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുക. ഓക്കെ, കാല് കൂട്ടി വെക്കോ, കൈ കൂട്ടി വെക്കോ. കേട്ടോ, ഒന്നുകൂടി ചെയ്യും നമ്മള്. സെയിം ഒന്നുകൂടി ചെയ്യും. കാല് കൂട്ടി വെക്കുക, കൈ കൂട്ടി വെക്കുക. ഒന്ന് ഇൻഹേൽ ചെയ്യുക. ഇൻഹേൽ, calf muscle, muscle, stomach muscle, shoulder, back muscle, chest muscle. റിലാക്സ് റിലാക്സ് റിലാക്സ്. കാല് വിട്ടി വെക്കൂ, കൈ മലർത്തി വെക്കൂ, കണ്ണ് അടഞ്ഞോട്ടെ. നിങ്ങൾ ഡീപ്പ് ഇൻഹേൽ ചെയ്തിട്ട് പറയാണ്. അപ്പൊ നിങ്ങളെ കാലിന്റെ വിരല് മുതൽ അടിവയർ ശ്രദ്ധിക്കുക. നിങ്ങളെ ബോഡി പാർട്സ് കാലിന്റെ വിരല് മുതൽ അടിവയർ ശ്രദ്ധിക്കുക. റിലാക്സ് ചെയ്യാണ്. ഇൻഹേൽ, നീട്ടി പറയണം. അടിവയറ് താഴ്ന്നു പോകണം. ഓക്കെ, ഇൻഹേൽ, അടുത്തത് ആണ്. നിങ്ങളെ അടിവയറ് മുതൽ നെഞ്ച് വരെ ആലോചിക്കുക ബോഡി പാർട്സ്. എന്നിട്ട് നിങ്ങൾക്ക് പറയാം. ഇൻഹേൽ, ഓ. Second time, no. അടുത്തത് വായക്കുട്ടി മുകളിലാണ്. ഇപ്പൊ നിങ്ങൾ അപ്പോ നെഞ്ച്, കഴുത്ത്, തല, ബ്രെയിൻ ആലോചിക്കുക. വായക്കുട്ടി മുകളിലാണ്. ഇൻഹേൽ, ഒന്നുകൂടെ. ഇൻഹേൽ, റിലാക്സ് റിലാക്സ് റിലാക്സ്. ഒരൊറ്റ പ്രാവശ്യം നമ്മൾ കമ്പൈൻഡ് ചെയ്യും. കമ്പൈൻഡ്. കണ്ണടയ്ക്കട്ടെ. ഇൻഹേൽ, റിലാക്സ് 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 യുവർ ബോഡി കംപ്ലീറ്റ്ലി. റിലാക്സ് 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 റിലാക്സ്. ഇപ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും വളരെ ശാന്തമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഉന്മേഷവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും എല്ലാ പോസിറ്റീവ് എനർജി വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മളെ ശരീരവും മനസ്സും രണ്ടും ശുദ്ധീകരിച്ചിരിക്കുന്നു. വി ആർ ഹാപ്പി, വി ആർ ഹാപ്പി. റിലാക്സ് 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 റിലാക്സ്. ഇത് കാലുകൾ കൂട്ടി വയ്ക്കോ, ഇത് കൈകളും കൂട്ടി വയ്ക്കോ. ഇടത്തേക്കാലും മടക്കി ഇടത്തേക്ക് വേണ്ടി പിടിക്കുക. വലത്തേക്ക് തലയുടെ ചുവട്ടിൽ വെക്കുക. ടേൺ ബോഡി ടു റൈറ്റ്. കംപ്ലീറ്റ് ബോഡി ടേൺ ടു റൈറ്റ്.
കാല് ഇടത്തെ കാല് പിടുത്തം വിട്ടിട്ട് ഇടത്തെ കൈയെ ബ്രിങ് ഫോർവേഡ് ടു യുവർ ചെസ്റ്റ്. റിലാക്സ്. കണ്ണടഞ്ഞോട്ടെ. റിലാക്സ് റിലാക്സ്. നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ നോർമൽ ആവട്ടെ. കണ്ണ് തുറക്കണ്ട. കണ്ണടഞ്ഞിട്ട് പതുക്കെ ഇടത്തെ കൈ കുത്തി കുത്തി എണീറ്റിരിക്കൂ. സ്ലോലി ഗെറ്റപ്പ്. ഏതെങ്കിലും ഒരു പോസ്റ്റിലിരിക്കൂ. രണ്ട് കൈയും കൂട്ടി റബ് ചെയ്യുക. ചൂടായ ശേഷം മുഖം തുടയ്ക്കും. രണ്ട് കൈനുള്ളിൽ നോക്കിയിട്ട് കണ്ണ് ചിമ്മി ചിമ്മി തുറക്കുക. സ്ലോലി തുറക്കുക. അടയ്ക്ക അടയ്ക്ക അടയ്ക്കാണ് തുറക്കുക. ഓക്കെ. നോക്കിയിട്ട് ഹാപ്പി പറയൂ. ചിരിച്ചു പറയൂ. ഹാപ്പി 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 ഹാപ്പി. താങ്ക് യു താങ്ക് യു. കൈ കൈ അടിക്കാം. കൈയിൽ മാത്രം വരും. 5 പേര് പ്രസ് ചെയ്യട്ടോ. അമർത്തി അമർത്തി അടിക്കണം. 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 ലൗഡ്. അപ്പോൾ ലൗഡ് നോക്കട്ടെ. മുട്ടിൽ നിൽക്കൂ. ഇത് ഒഴിവാക്കാൻ പറ്റില്ല. ചെറിയൊരു ചെറി ഉണ്ടെങ്കിൽ നമ്മുടെ ലങ്സ് ക്ലിയർ ആവുള്ളൂ. യോഗ ലോഫിംഗ്. മുട്ടിൽ നിൽക്കുക. പിടിക്കാം. ഇനി ബാക്കിലേക്ക് വേണം. ഒന്നുകൂടി. താങ്ക് യു താങ്ക് യു. പക്ഷെ കടി വന്നിട്ട് അറിയില്ല. അങ്ങനെ നോക്ക്.